അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടക സംസ്ഥാനം, അവിടെ ദുബാര എന്ന് പറയുന്ന സ്ഥലത്ത് ആനക്കൂട്ടങ്ങളുടെ എലിഫൻറ്റ് ക്യാമ്പ് 4 വശവും കാടാൽ മൂടപ്പെടുകയും മധ്യഭാഗത്തിലൂടെ പുഴ ഒഴുകുന്ന സ്ഥലം. ഈ മക്കാമിലേക്ക് വരണമെങ്കിൽ ആ പുഴ കടന്നു വരണം. ഇവിടെ മറ്റു വഴികളൊന്നുമില്ല. ഏകദേശം ഞാനിപ്പോൾ വരുമ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ട് വരെയും വെള്ളമുണ്ട്. അതിനിടയ്ക്കൂടെ ചില മരങ്ങൾ ഒടിഞ്ഞു കിടപ്പുണ്ട്, വലിയ വൻമരങ്ങൾ. അതിലൂടെ മുകളിലൂടെ കയറി വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ് ഇവിടെ വന്നത്. മഹാൻ്റെ പേര് മുഅ്മിൻ മസ്താൻ എന്നാണ്. ഇത് കാണുമ്പോൾ ഖുർആനിൻ്റെ ആ വാചകം ഓർത്തു പോകുന്നു. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാൻ്റെ ഔലിയാക്കൾ ഇതുപോലെ കാട് പ്രദേശത്ത് വന്ന് മൺമറയുമ്പോൾ അവരെ ഒരിക്കലെങ്കിലും പോയി കാണാൻ നമ്മുടെ പൈസ ചിലവാക്കാനും നമ്മുടെ ശരീരം ചിലവാക്കാനും നമ്മുടെ ബുദ്ധി ചിലവാക്കാനും നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാം ഇങ്ങനെ നന്ദി കെട്ടവരായി ജീവിക്കുന്നത്? അതുകൊണ്ട് ഈ മക്കാമിൽ വരാൻ കഴിയുന്നവരെല്ലാം വരണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഈ മുഅ്മിൻ മസ്താൻ തങ്ങൾ ഉപ്പച്ചിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ, നമ്മുടെ ജീവിതത്തിൽ വിജയം തരട്ടെ, സിഹർ മാറ്റിക്കളയട്ടെ, കണ്ണേറ് നാവിലെ റൂഹാനിയത്ത് ഹസദ് ഗീബത്തുകളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ല നളീഫായ നല്ല ശുദ്ധിയുള്ള വെള്ളക്കൽബ് അല്ലാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. മുത്തുനബിയോടൊപ്പം ഈ മഹാന്മാരെ എല്ലാം നാളെ മഹ്ശറയിൽ അവിടെ വെച്ച് പരിചയപ്പെടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.